നമ്മുടെ ഓണം സ്പെഷ്യൽ ഇഞ്ചി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് ഇഞ്ചിക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എങ്ങനെ ഇഞ്ചിക്കറി വെക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് കേട്ടോ. നമ്മുടെ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി അല്ലാണ്ട് ചെറുതായിട്ട് വട്ടത്തിൽ നല്ല കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള കുഞ്ഞുള്ളി അതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അതേപോലെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ എണ്ണ ഒഴിച്ച് ഈ ഇഞ്ചി എല്ലാം വറുത്ത് പോരാ കേട്ടോ. നമുക്ക് ഇഞ്ചി വറുക്കാനായിട്ട് ഇഞ്ചി എല്ലാം കൂടെ അതായി ചൂടായ എണ്ണയിലോട്ട് തട്ടിയിടാം. ഇത് ഒറ്റയായിട്ട് വറുക്കാൻ ഒക്കത്തില്ല, കുറച്ച് അധികം ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് വറുക്കാം. കൈവിടാതെ ഇളക്കി വേണം വറുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഇത് പലതും പല ടൈപ്പായിരിക്കും. അപ്പോൾ ഇതിന് മൂപ്പിച്ച് കോരി എടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. കരിയരുത് കേട്ടോ, കരിയുന്നതിന് മുന്നേ കോരിയെടുക്കണം. കോരി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ പരുവാകുമ്പോഴേ എടുക്കണം കേട്ടോ. ബാക്കിയും കൂടി ഇതുപോലെ ഇട്ട് മാറ്റിയെടുക്കാം. ഇതും കൂടെ അതുപോലെ മൂപ്പിച്ചെടുക്കാം. നമ്മൾ അടുത്ത ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അതിലോട്ട് തന്നെ നമ്മുടെ കുഞ്ഞുള്ളി മൂപ്പിക്കാൻ വെക്കണം. ആ ഇഞ്ചി ആക്കിയിട്ട് പോലെ തന്നെ ഇപ്പം നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് കോരി മാറ്റാം. മൂപ്പിച്ച് വെച്ച ഇഞ്ചിയുടെ കൂട്ടത്തിൽ തന്നെ തട്ടിയിടാം. ഇനി നമുക്ക് ഈ മൂപ്പിച്ച് വെച്ച ഇഞ്ചിയും കുഞ്ഞുള്ളിയും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ നമ്മൾ ഇനിയും കറി വയ്ക്കുന്നത് കേട്ടോ. അതിനായിട്ട് പ്രത്യേക എണ്ണയൊന്നും എടുക്കണ്ട. ഇഞ്ചിയുടെ എല്ലാ ഫ്ലേവറും ടേസ്റ്റ് ഈ എണ്ണയ്ക്കകത്തുണ്ട്. അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമുക്ക് കറിയും വെക്കാം. ഞാൻ അപ്പോഴത്തേക്ക് ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ. ഇനി മൂപ്പിച്ച് വെച്ച ഇഞ്ചിയും ഈ ഉള്ളിയും കൂടെ എടുത്ത് നമുക്ക് ജാറിലോട്ടിട്ട് നല്ലതായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. തരി പോലെ വേണം എടുക്കാൻ. കുഴമ്പ് പോലെ അരഞ്ഞു പോയ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ ഇത് പൊടിച്ചെടുക്കാം. പൊടിച്ചതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും, ഇത് എണ്ണയിൽ വേണമെങ്കിൽ മൂപ്പിച്ചെടുക്കാം കേട്ടോ, പക്ഷെ ഞാൻ എണ്ണയിൽ മൂപ്പിക്കുന്നില്ല. മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി പൊടിക്കാം. കുറച്ച് കൈപ്പുളി വേണം കേട്ടോ. പുളി ചെറുതായിട്ടിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയൊരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം വറ്റൽ മുളക് ഇല്ല. കറിവേപ്പില ഇടുമ്പോൾ നമ്മൾ വെച്ച് ദൂരെ മാറിക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. എനിക്ക് പേടിയാ. അപ്പോൾ കറിവേപ്പില ഇട്ടു. പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു. ഇതിൻ്റെ പച്ചയെല്ലാം മാറിയിട്ട് അതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ച് അതിലോട്ട് അത് കലക്കി എല്ലാം കൂടെ അതിനകത്തോട്ടങ്ങ് ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം. പുളിയൊക്കെ കുറച്ച് മതി കേട്ടോ, ഓവറായിട്ടുള്ള പുളിയൊന്നുമില്ല. കുറച്ച് പുളി പിഴിഞ്ഞത് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ എല്ലാവരും പരുവം നോക്കി വേണം ഉപ്പും പുളിയൊക്കെ ചേർക്കാൻ കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചിലർ തേങ്ങ വറുത്ത് പൊടി ചേർത്ത് വെക്കാറുണ്ട് കേട്ടോ. ഞാനും അങ്ങനെ വെക്കാറുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും തേങ്ങ വറുത്ത പൊടി ചേർക്കുന്നില്ല. തിളക്കട്ടെ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും
പുളിയും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി നമ്മുടെ ഇഞ്ചി പരുവായി വരട്ടെ. അപ്പം നല്ല കുറുകി ഇഞ്ചിക്കറിയാവും. ഉപ്പും എരിവും പുളിയൊക്കെ ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ആ എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ അവിടെ നിന്ന് ചൂടാവട്ടെ. തീ കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ഇഞ്ചിക്കറി നല്ല കുറുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്, നല്ല കളറാണ്. അടിപൊളി ടേസ്റ്റുള്ള ഇഞ്ചിക്കറി. നമുക്ക് ചൂടാറിയിട്ട് കുപ്പിയിലോട്ട് മാറ്റാം.